എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയുടെ പുസ്തകം എടുക്കാം. നമ്മളെ റംസാ പ്രാർത്ഥനയാണ് ഇപ്പോൾ ചെല്ലുന്നത്. റംസാ എന്നുള്ളതിൻ്റെ അർത്ഥം അറിയാവോ? റംസാ പ്രാർത്ഥന, റംസാ എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞ് കേൾക്കട്ടെ. സായാഹ്നം, സന്ധ്യ മയങ്ങുന്ന സമയം. ഇപ്പോൾ ഏതാണ്ട് ഈ സമയം അല്ലെങ്കിൽ അല്പം കൂടെ കഴിഞ്ഞതിനാണ് റംസാ എന്ന് പറയുന്നത്. റംസാ പ്രാർത്ഥന ഈ സമയത്ത് സായാഹ്നം അല്ലെങ്കിൽ സന്ധ്യ ആകുന്ന സമയത്ത് കുടുംബാംഗങ്ങളോ അല്ലെ സഭാംഗങ്ങളോ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നതിനാണ് ആ പ്രാർത്ഥനയ്ക്ക് റംസാ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാനിന്ന് രാവിലെ പറഞ്ഞു നമ്മുടെ യാമപ്രാർത്ഥനയുടെ ലക്ഷ്യം യാമങ്ങളെ വിശുദ്ധീകരിക്കുക. പറഞ്ഞു ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ? എത്ര യാമങ്ങളുണ്ടെന്നറിയാമോ? നമ്മുടെ പ്രധാനപ്പെട്ട യാമപ്രാർത്ഥനകൾ ഇനി അല്ലെങ്കിൽ എത്രയുണ്ടെന്നറിയാമോ? 7. നമ്മൾ സാധാരണ ചെല്ലുന്നത് എത്രയാണ്? 3. അതായത് ഈ വൈകുന്നേരത്തെ റംസാ പ്രാർത്ഥന, കിടക്കുന്നതിന് മുൻപുള്ള ലലിയ എന്ന് അതിന് പറയുന്ന പേര്, ലലിയ പ്രാർത്ഥന, സന്ധ്യാ പ്രാർത്ഥന. അത് ഇതിനകത്തുണ്ട്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ രാവിലെ സപ്രാ പ്രാർത്ഥന. ഇത് 3 ഈ 3 യാമങ്ങളുടെയാണ് കൂടുതലായിട്ട് നമ്മളെ ചെല്ലുന്നത്. ഇത് കൂടാതെ പകലിൻ്റെ പ്രധാനപ്പെട്ട 3 യാമങ്ങളുണ്ട്. യാമപ്രാർത്ഥന ചെല്ലുന്ന സമയമുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? 9 മണിക്ക്, രാവിലെ 9 മണിക്ക്, നമ്മുടെ ഈ പുസ്തകത്തിലില്ല. പിന്നെ അത് കഴിഞ്ഞ് 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക്, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. ഇതിനൊക്കെ ഓരോ അർത്ഥമുണ്ട്, ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് രാവിലെ 9 മണിക്ക് എന്താണ്? ഈശോയെ പിടിച്ച് വിചാരണയ്ക്ക് ഈശോയെ പിടിച്ച് കൊണ്ടുപോകുന്ന പീലാത്തോസിൻ്റെ അവിടേക്ക് കൊണ്ടുപോകുന്ന സമയമാണ് രാവിലെ 9 മണിക്ക്. ഉച്ചയ്ക്ക് 12 മണിക്ക് എന്താണ്? ഈശോയെ വിചാരണ ചെയ്യുന്ന സമയമാണ്. ക്രൂശിൽ തറയ്ക്കുവാനായിട്ട്, കൊല്ലുവാനായിട്ട് വിധി കൽപ്പിക്കുന്ന സമയമാണ്. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഈശോ കുരിശിൽ മരിക്കുന്ന സമയം. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട യാമങ്ങൾ പകൽ സമയത്ത് നമ്മൾ ആ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് ഈശോയുടെ ആ ജീവിതത്തിലെ ആ പീഡാനുഭവത്തിൽ അല്ലെങ്കിൽ രക്ഷാകര സംഭവത്തിലെ പാസ്കൽ ഇവൻസ് എന്ന് അതിലെ പ്രധാനപ്പെട്ട 3 സംഭവങ്ങൾ, സമയങ്ങൾ നമ്മളെ അനുസ്മരിച്ച് ഈശോയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം കൂടി, ഇപ്പം നമ്മൾ റംസായോടുകൂടി ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മളൊരു ദിവസം ആരാധനക്രമപരമായിട്ട്, വിശുദ്ധ ഗ്രന്ഥപരമായിട്ട് ഒരു ദിവസം, പുതിയ ദിവസം ആരംഭിക്കുന്നത് എപ്പോഴാണ്? വൈകുന്നേരമാണ്. അതുകൊണ്ടാണ് റംസാ പ്രാർത്ഥന ആദ്യം വരുന്നത്. നമ്മൾ സാധാരണ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? രാവിലെ എഴുന്നേറ്റ് പ്രഭാതങ്ങൾ, ഇപ്പം രാവിലെ ഒരു ദിവസം ആരംഭിക്കുന്നു, വൈകുന്നേരം സന്ധ്യയാകുമ്പോൾ അവസാനിക്കുന്നു, പിന്നെ രാത്രി. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സാധാരണ രീതി കാണുന്നത്. പക്ഷെ നമ്മുടെ ആരാധനാക്രമപരമായിട്ട്, അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ദിവസം ആരംഭിക്കുന്നത് വൈകുന്നേരത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ സന്ധ്യയോടു കൂടിയാണ്. അതുകൊണ്ടാണ് ഈ റംസാ പ്രാർത്ഥന ആദ്യം വരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ വൈകുന്നേരത്തോടുകൂടി, സന്ധ്യയോടുകൂടി ഒരു ദിവസം ആരംഭിക്കുന്നു എന്ന് പറയാനുള്ള കാരണം ആലോചിച്ച് നോക്കിയേ. ഇതൊന്നും ആരും ഇതിനു മുമ്പ് പറഞ്ഞൊന്നും കേട്ടിട്ടുമില്ല അല്ലേ? ഇതിൻ്റെ കാരണം പറയാം. നമ്മൾ ബൈബിള് തുറക്കുമ്പോൾ ആദ്യം കാണുന്ന എന്നതാണ്? ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. എന്താ പറയുന്നത്? ആദിയിൽ പ്രപഞ്ചം രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു, അന്ധകാരമായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ? 2-ാമത്തെ വാക്യം. അന്ധകാരമായിരുന്നു ആദ്യം ഈ പ്രപഞ്ചത്തിൽ മുഴുവനും, ഭൂമിയിലെല്ലാം അന്ധകാരമായിരുന്നു, രൂപരഹിതമായിരുന്നു, ശൂന്യവുമായിരുന്നു, അന്ധകാരമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ചൈതന്യം ഈ പ്രപഞ്ചത്തിൻ്റെ മേലെ, ജലത്തിന് മേലെ കളിയാടി. അപ്പോൾ പിന്നീട് ദൈവം പറയുന്നു വെളിച്ചമുണ്ടാകട്ടെ, അങ്ങനെ വെളിച്ചമുണ്ടായി. അപ്പോൾ ഇതതിൻ്റെ ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ.
നമ്മൾ കേട്ടിട്ടില്ലേ എന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. പാതിയിലെ പ്രപഞ്ചത്തിൻ്റെയും ഭൂമിയുടെയും ഒക്കെ അവസ്ഥ അന്ധകാരമായിരുന്നു. അവിടുന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇതിൻ്റെ മേൽ ആവസിച്ച് ഇതിന് പിന്നീട് രൂപമുണ്ടാകുന്നതും ഭാവമുണ്ടാകുന്നതും വെളിച്ചമുണ്ടാകുന്നതുമൊക്കെ. അപ്പം അതുകൊണ്ട് സന്ധ്യയോടുകൂടി അന്ധകാരം വയ്ക്കുന്ന അവസ്ഥയിൽ അതോടുകൂടി ഒരു ദിവസം ആരംഭിക്കുന്നു. അതിനുശേഷം പിന്നീട് വെളിച്ചമുണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ എന്തുകൊണ്ട് ആദ്യം ഈ റംസാ പ്രാർത്ഥന ചെല്ലുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് പറയാൻ മറക്കരുത് കേട്ടോ. പിടികിട്ടിയല്ലോ. അപ്പോൾ ഇത് മറന്നു പോകരുത്. ഇതാണ് ഇതിൻ്റെ ബൈബിളിൻ്റെ പശ്ചാത്തലം. ഇതാണ് ഇതിൻ്റെ ബിബ്ലിക്കലായിട്ടുള്ള പശ്ചാത്തലം. ഇതാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ അതുപോലെ തന്നെ ഞാൻ രാവിലെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ എപ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം സഭാ കൂട്ടായ്മയിൽ നിന്ന് കൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. മറ്റു പ്രാർത്ഥനകളൊക്കെ നമ്മളെപ്പോഴും പേഴ്സണൽ പ്രയറാണ്, വ്യക്തിപരമായിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു വിടുകയാണ്. നമ്മൾ ഏത് പ്രാർത്ഥനയാണ്. പക്ഷേ ഇത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരു സഭയോട് ചേർന്ന് സഭാ കൂട്ടായ്മയിലെ സഭാ മക്കളെയൊക്കെ അവരുമായിട്ടൊരു ആത്മീയ കൂട്ടായ്മയിലെ ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ഇഫക്റ്റീവാകുന്നത്, അർത്ഥവത്താകുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത എപ്പോഴും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്നാൽ അല്ലെങ്കിൽ ഈ സങ്കീർത്തനവും ചൊല്ലി കുറച്ച് പാട്ടും പാടി ഇങ്ങനെ അങ്ങ് നിൽക്കും പ്രാർത്ഥന. അതല്ല, അതിൻ്റെ അർത്ഥമില്ല. അതുപോലെ തന്നെ ഒത്തിരി ബൈബിൾ കൊട്ടേഷൻസ് ഒത്തിരി ഉണ്ട്. വചനങ്ങളാണ് ഇത് മുഴുവൻ നമ്മുടെ ധ്യാന വിഷയമാകുന്നത്. സങ്കീർത്തനം മുഴുവൻ നമുക്കറിയാം. സങ്കീർത്തനങ്ങളെല്ലാം 150 സങ്കീർത്തനങ്ങളിലെ ഏതെങ്കിലും ഒരു ഭാഗമൊക്കെ എടുത്ത് നമ്മൾ ധ്യാനം ചൊല്ലുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥനകളും ഗാനങ്ങളും ഒക്കെ ആണെങ്കിലും അത് മുഴുവനും വചനത്തിൻ്റെ വെളിച്ചത്തിലുള്ളതാണ്. അത് മുഴുവൻ അവിടെ കൊട്ടേഷൻസൊക്കെ റെഫറൻസൊക്കെ അവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്കൊത്തിരി നമ്മൾ മനസ്സിലാക്കി ഒന്ന് ചെല്ലുകയാണെങ്കിൽ വചനവും നമുക്കൊത്തിരി ഹൃദയസ്ഥമാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒത്തിരി ഗുണമുണ്ട് ഈ യാമപ്രാർത്ഥനകൾ നമ്മളെ മനസ്സിലാക്കി മനസ്സിരുത്തി ഭക്തിയോടുകൂടി ചെല്ലുമ്പോൾ. അപ്പോൾ ഇത് സഭയുടെ പ്രാർത്ഥനയാണ്. സഭാ മക്കൾ സഭാ അംഗങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നതാണെന്നൊരു ബോധ്യം നമുക്ക് വേണം. അപ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ നമ്മൾ നിന്ന് വേണം പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ആ പ്രാർത്ഥനയിലേക്ക് നമുക്ക് വരാം. നമ്മുടെ സഭാ മക്കളെ സഭാ അംഗങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. അപ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ട് ആദ്യം ഓർക്കേണ്ടത് നമ്മുടെ സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ, പിന്നെ അദ്ദേഹത്തോട് ചേർന്ന് സഭയെ നയിക്കുന്ന കർദിനാളന്മാർ, മെത്രാപ്പൊലീത്തമാർ, മെത്രാന്മാർ, അതുപോലെ തന്നെ നമ്മൾ എവിടെയായിരിക്കുന്നോ അതിരൂപതയിലെ മേലധ്യക്ഷൻ, ഇപ്പോൾ ഇത് ചങ്ങനാശ്ശേരി അതിരൂപത, അവിടുത്തെ മേലധ്യക്ഷനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഇടവകയുണ്ട്. നമ്മുടെ സഭയുടെ ചെറിയ പതിപ്പ് ഇടവക എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് സഭയ്ക്കൊരു തലവനുള്ളതുപോലെ ഇടവകയാകുന്ന സഭയ്ക്കൊരു തലവനുണ്ട്. ആ തലവൻ ആരാണ്? വികാരിയച്ഛൻ. ആ വികാരിയച്ഛൻ്റെ ഓട് ചേർന്ന് പിന്നെ അവിടെ അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരൊക്കെ കാണും. കൊച്ചച്ചന്മാരോ സന്യാസിമാരൊക്കെ ഈ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ അവരുമായിട്ടുള്ള കൂട്ടായ്മയും നമുക്കുണ്ട്. ഇതൊക്കെ ഓർത്തുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥനയിലേക്ക് കടക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഒരു ഭക്തിമയമായിട്ട് നന്നായിട്ട് പ്രാർത്ഥന ചെല്ലാൻ സാധിക്കും. അതാണ് എൻ്റെ ഒരു സവിശേഷത. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കുറച്ച് പ്രാർത്ഥന ചൊല്ലിക്കൂട്ടുന്നു എന്നുള്ളത് അതല്ല. സഭാ പ്രാർത്ഥനയാണ്. സഭാംഗങ്ങളെ ഓർക്കാം. നമുക്ക് ഒരു നിമിഷം നമ്മുടെ പരിശുദ്ധ പിതാവിനെയും അദ്ദേഹത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ സഭാ അധ്യക്ഷന്മാരെയും ഒക്കെ നമുക്ക് ഓർത്തുകൊണ്ട് അവരുമായിട്ടുള്ള കൂട്ടായ്മ, ആത്മീയമായൊരു കൂട്ടായ്മ, അവരോട് ചേർന്ന് നമ്മളും ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കുന്നു, ശുശ്രൂഷ ചെയ്യുന്നു. നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ പേജ് എടുക്കാം. പ്രാർത്ഥന പുസ്തകത്തിലെ ഒന്നാമത്തെ പേജ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങേ അനന്തമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. അടുത്തത് ദിവസത്തിൻ്റെ സങ്കീർത്തനമാണ്. 682 പേജിലെ 67 സങ്കീർത്തനം. രണ്ടാമത്തെ ആഴ്ച, മംഗലവാർത്തക്കാലം രണ്ടാമത്തെ ആഴ്ചയിലെ 2-ാം ചൊവ്വ എന്നുള്ളതാണ്. 67 സങ്കീർത്തനം, 682 പേജ്. ദൈവം കനിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കട്ടെ, അവിടുന്ന് നമ്മെ പ്രസാദിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുരുഷന്മാരും ദൈവം കനിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കട്ടെ, അവിടുന്ന് നമ്മിൽ പ്രസാദിക്കുകയും ചെയ്യട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയും സന്തോഷപൂർവ്വം പുകഴ്ത്തുകയും ചെയ്യട്ടെ. വിജാതിയരെല്ലാം അങ്ങയെ സ്തുതിക്കട്ടെ, ജനതകൾ അങ്ങയെ പുകഴ്ത്തട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും. ആമേൻ. മൂന്നാമത്തെ പേജ് 3. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളുടെയും സഹായങ്ങളുടെയും മൗഢം ചൂടിയിരിക്കുന്ന സഭയിൽ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു എന്നേക്കും. സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. എന്റെ കർത്താവേ, എല്ലാ സമയവും നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദിവസത്തിൻ്റെ പ്രാർത്ഥന, പേജ് 68. ഇരുന്നു കൊണ്ട് ചൊല്ലുന്നു. ഇത് ദൈവത്തിൻ്റെ ദാനമാകുന്നു, പാപം മൂലം നരനു നിതാന്തം
വിഗതം ദൈവിക രൂപം വീണ്ടും മറിയം വഴിയായി നൽകിടുവാനായി ദൈവം കനിവൊടു തിരുമനസായി മുന്നേ മുദ്രിതമൊരു തീട്ടൂരം ദൂതൻ വഴിയവനേകി മന്നിൽ. എല്ലാവരും ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും. ദൈവസമക്ഷം വിനയസമേതം നിൽക്കും ദൂതന്റെ പ്രിയലീന പാരിണമോദം നൽകിയിടും ദൗത്യവുമായി വരുന്നു മഞ്ഞിൽ മാനവരാശിക്ക് സന്ദേശം ശാന്തി പകർന്നു കൊടുക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭൂസ്വർഗങ്ങൾക്കൊരുപോലെന്നും ഉടയവനാകും മൽപ്രിയനാഥ വിജ്ഞന്മാർക്കിവ നൽകിടാതെ പൈതങ്ങൾക്ക് പകർന്നതിനാലേ നന്ദി നിറഞ്ഞ മനസ്സോടങ്ങെ വാഴ്ത്തിപ്പാടി നമിച്ചിടുന്നേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. 4 തിരിച്ചു വരുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനയും ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എന്റെ വാക്ക് കേട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. കർത്താവേ, എന്റെ ഈ പ്രാർത്ഥന എന്റെ സായന ബലിയായി സ്വീകരിക്കണമേ. ദുഷ്പ്രവൃത്തികൾ ചെയ്യുവാനും ദുഷ്ടന്മാരോട് സഹവസിക്കുവാനും അങ്ങനെ അനുവദിക്കരുതേ. ദുഷ്ടന്മാരുടെ തൈലം കൊണ്ട് എന്റെ ശിരസ് പൂശുവാൻ അനുവദിക്കരുതേ. അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു, ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു. എന്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നുവല്ലോ. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങന്റെ അഭയമാണല്ലോ. നീതിയുടെ നിയമങ്ങൾ അനുസരിക്കുവാൻ സബലപൂർവ്വം ഞാൻ നിശ്ചയിച്ചു. എന്റെ അധരങ്ങളുടെ കാണിക്ക സ്വീകരിക്കണമേ, നിയമങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ദുഷ്ടന്മാർ എനിക്ക് കെണികൾ വെച്ചു, എങ്കിലും നിയമത്തിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. അവിടുത്തെ സ്നേഹം അനന്തമാകുന്നു, തന്റെ വാഗ്ദാനം അവിടുന്ന് പൂർത്തിയാക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എന്റെ വാക്ക് കേട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങേ ദാസരായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പാപികളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും ആത്മാവിന് പ്രത്യാശയും നൽകുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവിനത്തിൽ നിന്ന് വീക്ഷിച്ചു ആദരവോടെ മറിയത്തോടും പറഞ്ഞേവം വരുന്നേ ഭീതി വിലക്കുള്ളിൽ ദൈവം നിന്നിൽ കൃപ തോന്നി നീയൊരു തനയൊരു ലോകത്തിൽ അൻപൊടു ജനനം നൽകിയിടും. ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കും അത്യുന്നതനാം ദൈവത്തിൻ വത്സല സുഖനരുളിടേണം. ഈശോ എന്ന പിതാനം നീ നിത്യപിതാവാം സകലേശൻ സ്നേഹസമേതം ദാവീദിൻ സിംഹാസനമവനേകിടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിലയേറും തൻ സവിധത്തിൽ വിനയാന്വിതരിൽ കനിവോടെ പിഴവൊടുയർത്തിയ കർത്താവേ, പാരത്രികമാം ജ്ഞാനത്തിൻ വാതിലവർക്കു തുറന്നവനേ, ഞങ്ങൾ നിന്നെ നമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. 7-ാമത്തെ പേജ്. ഞങ്ങളുടെ കർത്താവേ, അങ്ങേ തൃത്വത്തിലുള്ള വിശ്വാസം ഞങ്ങളിൽ പൂർണ്ണമാക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ വസിക്കുകയും അവരിൽ സംപ്രീതനാവുകയും ചെയ്യുന്ന പരിശുദ്ധനും സുദർശനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങേക്ക് സഹജമായ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. കാരുണ്യവാനും ആശ്വാസദായകനുമായ പിതാവേ, ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. ക്രിസ്തീയ സഭകളുടെ ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിത്വത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിന്റെ രക്ഷയ്ക്കും ഉന്നമനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ അവസരവും സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണ്ണമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. തിരുസഭയിലെ മേലുദ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കളിൽ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. പ്രത്യേകമായ തിരുസഭയുടെ അധ്യക്ഷനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അവരുടെ സഹശുശ്രൂഷകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസ്സാക്ഷിയോടും കൂടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ശമാശന്മാർക്കും മറ്റു വിശ്വാസികൾക്കും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. ദേശസഭയിലുള്ള സന്യാസികളും സന്യാസിനികളും പരിപൂർണതയുടെ മാർഗത്തിൽ കൂടെയുള്ള അവരുടെ പ്രയാണം പൂർത്തിയാക്കി
കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. തീക്ഷ്ണതയുള്ള ആത്മായ പ്രേക്ഷകരെ സത്യത്തിൽ ധാരാളമായി പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. കർത്താവിനത്തിൽ പ്രാപിച്ച എല്ലാവരെയും, പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സൗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും ആസനമുള്ളവർക്ക് സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കണമെന്നും ആത്മീയമോ ശാരീരികവുമായ പീഡകൾ സഹിക്കുന്നവരെ ആശ്വസിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മാർ യോസേഫിന്റെയും മാർ തോമാസ് ശ്ലീഹായുടെയും പ്രാർത്ഥനാ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്വർഗ്ഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയയക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും രാവും പകലും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും പാപരഹിതമായ ജീവിതവും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ തികവിൽ പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുന്നവയും ദൈവമായതിനെ പ്രസാദിപ്പിക്കുന്നവയും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹവും ശാശ്വതമായ കൃപയും എപ്പോഴും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ബലവാനായ ദൈവമേ, ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, അനുഗ്രഹിക്കണമേ. സഹോദരരെ, കയ്യൊപ്പിനായി നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നതിന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചെയ്യുന്നവന്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പേജ് 70 ദിവസത്തിന്റെ പ്രാർത്ഥന. നന്മ നിറഞ്ഞവളെ സ്വസ്തി, മാലാഖയുടെ അഭിവാദ്യം മനുജനു നൽകി സന്തോഷം. മാധുരിയെഴുമാവചനത്തിൽ മറിയത്തിൻ മനമാദ്രിതമായി മണ്ണിൻ സുതരെ രാജ്യത്തിൻ അവകാശികളായി മാറ്റിയിടും. ഉന്നത സുതനവളിയുലകിൽ ജനനം നൽകി അത്ഭുതമേ. നീ ദൈവഭയമുള്ള സ്ത്രീയാകുന്നു. പ്രതിയുടെ അടിമകൾ നരകത്തിലും മോചിതരായി തീർന്നിടുവാൻ വിരവോടവരെ കർത്താവിൻ ജീവനിലേക്ക് നയിച്ചിടുവാൻ പാവനിയതം സകലേശൻ നീ വഴിയെന്നു തുറന്നേകി. ഭാവായുടെ പ്രിയപുത്രി ഞാൻ സ്വസ്തിനം കരുളിയിടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അബ്രാഹത്തിനു നൽകിയതാം വാഗ്ദാനങ്ങൾ നിറവേറി. അമ്മനുവേലിൻ തിരുനാമം സുവിദിതമായി നസ്രസിൽ. മംഗളകരമീ സന്ദേശം മണ്ണിൽ മിളിതമായപ്പോൾ മാലാഖമാർ സ്വർഗത്തിൽ മംഗളഗീതികൾ പാടി മുതാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങേക്ക് സമനായ സ്വർഗത്തിലും ഭൂമിയിലും മറ്റാരുമില്ലാത്ത വണ്ണം ശക്തനായ ദൈവമേ, അങ്ങേ മഹത്വം മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. കാലത്തിന്റെ തികവിൽ മഹത്വം മാറ്റിവെച്ചുകൊണ്ട് ദാസന്റെ രൂപം സ്വീകരിക്കുവാൻ
ഏകജാതനെ അങ്ങ് അയച്ച ദിവ്യസ്നേഹത്തെ ഞങ്ങൾ വണങ്ങുന്നു. മിശിഹായുടെ വചനങ്ങൾ കാത്തുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഒരു യുവാവിന് തന്റെ മാർഗം നിർമ്മലമായി കാക്കുവാൻ എങ്ങനെ കഴിയും? ഒരു യുവാവിന് തന്റെ മാർഗം നിർമ്മലമായി കാക്കുവാൻ എങ്ങനെ കഴിയും? നിന്റെ വചനം തീക്ഷ്ണതയോടുകൂടെ കാക്കുമ്പോൾ അവന്റെ ജീവിതം നിർമ്മലമായിരിക്കും. എന്റെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവേ നിന്നെ ഞാൻ അന്വേഷിക്കുന്നു. നിന്റെ പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ അകന്നു പോകാതിരിക്കട്ടെ. നിനക്കെതിരായി പാപം ചെയ്യാതിരിക്കുവാൻ നിന്റെ വചനം എന്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിച്ചിരിക്കുന്നു. കർത്താവേ, നിന്റെ തിരുനാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ. നിന്റെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. നിന്റെ നിയമങ്ങളെല്ലാം സർവ്വലോകത്തിന്റെയും മുൻപാകെ ഞാൻ ഉദ്ഘോഷിക്കുന്നു. സർവസമ്പത്തിനും ഉപരിയായി നിന്റെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദിക്കുന്നു. നിന്റെ കൽപ്പനകളെ കുറിച്ച് ഞാൻ ധ്യാനിക്കും. നിന്റെ വഴികളിൽ ഞാൻ കൂടുതലായി ശ്രദ്ധിക്കുകയും ചെയ്യും. നിന്റെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദിക്കും. നിന്റെ വചനങ്ങൾ ഒരു നാളും ഞാൻ മറക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പേജ് 11. അങ്ങേ കൃപയുടെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കർത്താവേ, പ്രശാന്തമായ സായങ്കാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാ നിർഭരമായ പ്രഭാതവും സൽപ്രവർത്തികൾ നിന്ന് ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അടുത്ത പേജില് കർത്താവേ, നിന്റെ അജഗണത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കൾ ഞങ്ങളെ ഉപദ്രവിക്കാതെ തൊഴുത്തിൻമുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് കുറയാത്ത സ്നേഹത്തിന്റെ സമുദ്രമാകുന്നു. സകലത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, അങ്ങേ മഹത്വമേറിയ തത്വത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അപേക്ഷയും മാറിയ യോസേപ്പിന്റെയും വിശ്വസ്ലീഹന്മാരുടെയും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ലീഹായുടെയും മാർഗി വർഗീസിന്റെയും മറ്റു വേദസാക്ഷികളുടെയും വിശുദ്ധ അൽഫോൻസാമ്മയുടെയും വിശുദ്ധ എപ്രേസ്യാമ്മയുടെയും വിശുദ്ധ ചാവറ പിതാവിന്റെയും മറ്റ് സകല വിശുദ്ധരുടെയും അൽപ്പാന്മാരുടെയും മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലോന്റെ സൈന്യങ്ങളുടെ സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിത്യപിതാവിന്റെ പ്രകാശമായ മിശിഹായെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേ നീതിമാന്മാരുടെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും പീഡകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അങ്ങേ വിശുദ്ധ ശ്ലീവായുടെ ശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവരും ഈശോ മിശിഹായ്ക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പുസ്തകം തിരിച്ചു.